ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയുള്ള SITയുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV വിജയകുമാറിൻ്റെ ബെഞ്ചിൽ ആണ് SIT റിപ്പോർട്ട് ഹാജരാക്കിയത്. ഇന്ന് അടച്ചിട്ട ആ മുറിയിൽ SITയുടെ ഉദ്യോഗസ്ഥന്മാർ ഹാജരായി ഹൈക്കോടതി നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തി. ഇതുവരെയുള്ള അറസ്റ്റുകളും ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, അന്വേഷണത്തിൽ ഇനി ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം, ആരൊക്കെ പ്രതിസ്ഥാനത്ത് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. അന്വേഷണം ഹൈക്കോടതി പറഞ്ഞ തീയതിക്കുള്ളിൽ തീർക്കാൻ പറ്റിയില്ല. വിപുലമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1 മാസം കൂടെ ഹൈക്കോടതി സമയം നീട്ടിക്കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതികൾ, ഇതുവരെയുള്ള അറസ്റ്റുകൾ, ഇതുവരെയുള്ള റിക്കവറികളെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനി അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് വിധത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇനി എങ്ങോട്ടൊക്കെ അന്വേഷണം പോകണം, ആരെയാണേലും എത്ര ഉന്നതനായാലും ശരി അവരെയൊക്കെ നിയമത്തിൻ്റെ പരിധി കൊണ്ടുവരണം എന്നുള്ള ഒരു ഡയറക്ഷൻ ഹൈക്കോടതി കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അതിനകത്ത് രാഷ്ട്രീയ പദവികളോ അതിനകത്ത് അവരുടെ ഔദ്യോഗിക പദവികളോ ഒന്നും ബാധകമല്ല. ശബരിമല കോവിലിന് അവിടുന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. അതെത്ര ഉന്നതനായാലും ശരി അവരെ അറസ്റ്റിലേക്ക് കൊണ്ടുവരണം, അവരെ നിയമത്തിൻ്റെ പരിധി കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലെ ആ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച അവരുടെ നിർദ്ദേശമനുസരിച്ച് ആരിലേക്കൊക്കെ ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്, അവരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു ധ്വനി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഒരു ഡയറക്ഷനാണ് ഹൈക്കോടതി മുന്നോട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിനകത്ത് മുഖം നോക്കാതെ നടപടി എടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് തീർച്ചയായിട്ടും ഈ സ്വർണം വിറ്റ പണം ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം എന്നാണ് ഞാൻ കരുതുന്നത്. കുറേയൊക്കെ ഇനി അതിലെ ബാക്കി കാര്യങ്ങൾ, ബാക്കി സ്വർണ്ണങ്ങൾ റിക്കവർ ചെയ്യാനുണ്ട്, ബാക്കി പണങ്ങൾ റിക്കവർ ചെയ്യാനുണ്ട്. വളരെയധികം അന്വേഷണം ഇനി മുന്നോട്ട് പോകേണ്ടി വരും. ഹൈക്കോടതി 1 മാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 മാസത്തിനുള്ളതിൽ ഏകദേശം ഒരു തീർപ്പ് ഉണ്ടാക്കാം. എങ്കിലും ഒരാഴ്ചയ്ക്കകം വല്ല 2 ആഴ്ചയും കൂടെ സമയം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കുറ്റച്ചാർജ് കോടതിയിലിട്ട് കൊടുക്കാനൊക്കെയുള്ളൂ. 90 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പ്രിലിമിനറി ആയിട്ടുള്ള കുറ്റച്ചാർജ് കൊടുക്കാം. അത് കൊടുത്തിട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇവരാരും ജാമ്യത്തിൽ പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഇതിൻ്റെ ട്രയല് അവർ ഫേസ് ചെയ്യണം. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ആ കൂടെ ഇനി ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, ആരിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ദേവസ്വം ബോർഡ് അംഗങ്ങളായ ചിലർ മാന്യന്മാരുണ്ട്, അവരെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം അന്വേഷണം മുകളിലോട്ട് എവിടം വരെയൊക്കെ ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള എവിഡൻസുകൾ ഈ കേസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന ഒരു ധാരണ SIT കൊണ്ട് അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത് ഏത് ഉന്നതനായാലും ശരി അവരിലേക്ക് അറസ്റ്റ് നീങ്ങും, അതിന് യാതൊരു സംശയമില്ല. സ്വത്തുക്കൾ ഈ ഹൈക്കോടതിയുടെ അന്വേഷണം വന്ന ശേഷം അതിന് മുമ്പ് ഈ ശബരിമലയിലെ സ്വർണം വിറ്റ് പണം കൊണ്ട് സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കേണ്ടതുണ്ട് അന്വേഷണ സംഘം. അത് ഈ കേസിൻ്റെ സാധാരണഗതിയിലെ മോഷണ മുതലുകൾ, തൊണ്ടി സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുന്ന പോലെ ഇവിടുത്തെ തൊണ്ടികൾ വിറ്റ് അതിൻ്റെ പണം കൊണ്ട് വാങ്ങിച്ച സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, അതും ഈ കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അത് മുഴുവൻ അറ്റാച്ച് ചെയ്യേണ്ടിയും വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കേസിൽ
റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ FIRൻ്റെ കോപ്പി ED ആവശ്യപ്പെട്ടിരുന്നു, റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കോടതി അത് കൊടുത്തില്ല. കാരണം FIRൻ്റെ കോപ്പി ചിലപ്പം അതിൻ്റെ വാദി പ്രതികൾക്കൊക്കെ ലഭിക്കും, അല്ലാതെ മറ്റൊരു ഏജൻസിക്ക് മറ്റൊരാൾക്ക് അതിൻ്റെ ലഭിക്കത്തില്ല, ഒഫീഷ്യലായിട്ടും ലഭിക്കത്തില്ല. ED നിർബന്ധിക്കുന്നത് ഒഫീഷ്യലായിട്ടുള്ള കോപ്പി വേണം. കോടതി സീലും സ്റ്റാമ്പും ഒക്കെ പതിച്ച അതേ രീതിയിലുള്ള FIRൻ്റെ ഒറിജിനലിന് സമാനമായ ഒരു റെക്കോർഡാണ് വേണ്ടത്. അതിൻ്റെ ഉദ്ദേശം ഇതുമായിട്ട് അടുത്ത പ്രൊസീഡിങ്സ് നടത്തേണ്ടതുണ്ടെങ്കിൽ ആ കൺസേൺഡ് കോടതിയിലെ ഇതിൻ്റെ ഒറിജിനൽ FIRൻ്റെ കോപ്പിയോ അല്ലെ കോടതി അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിയമപരമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. ഇതിൻ്റെ ബേസിൽ വേണം ED അടുത്ത അവരുടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ. അതുകൊണ്ട് ED കൃത്യമായിട്ട് ഇതിൻ്റെ FIRന് അവിടെ അപേക്ഷിച്ചു, പക്ഷേ കോടതി കൊടുത്തില്ല. ഒരന്വേഷണം നടക്കുകയാണ്, അതിൻ്റെ പുറത്ത് വേറൊരു അന്വേഷണ ഏജൻസി ഇത് ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. ഹൈക്കോടതി എന്തായാലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ആ ഉത്തരവ്, EDക്കെതിരായ ഉത്തരവ് ഇപ്പോൾ റദ്ദാക്കിയിട്ട് പറഞ്ഞു അത് കൊടുക്കാം. അത് കൊടുത്തു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയോട് പറഞ്ഞു കൊടുത്തോളൂ, അതിനകത്ത് കൃത്യമായ നിബന്ധനകൾ വേണം കൊടുക്കാൻ. കാരണം ഇതിന് പാരലായിട്ടൊരു അന്വേഷണം അവിടെ ED നടത്താൻ പാടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ ഫണ്ടുകൾ, ആ മണി ട്രാൻസാക്ഷൻസ്, അതാണ് ED നോക്കേണ്ടത്. അല്ലാതെ അന്വേഷണത്തിന് തുരങ്കം വെക്കുന്നോ അന്വേഷണത്തിലോട്ട് SITയുടെ അന്വേഷണത്തിലേക്ക് കടന്നു കയറുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയോട് കൂടി വേണം ഒഫീഷ്യലായിട്ടുള്ള FIRൻ്റെ കോപ്പി കൊടുക്കാനെന്ന് ഹൈക്കോടതി ഇപ്പം കൃത്യമായ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു. അത് വളരെ കൃത്യവുമാണ്. കാരണം ആ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരില്ല. കാരണം ഒരു ഏജൻസി നടത്തുന്ന അന്വേഷണത്തിന് പാരലായിട്ട് മറ്റൊരു അന്വേഷണം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ കർക്കശമായ നിയമപരമായ ഒരു ഉത്തരവ് തന്നെയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇവിടെ EDക്ക് ഹൈക്കോടതി പോയി ആ ഉത്തരവ് റദ്ദാക്കി അവരുടെ ലിമിറ്റഡായ ആവശ്യം എന്താണെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടൽ തന്നെ അതേ രീതിയിൽ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബോധ്യപ്പെടുത്തി അതിന് ചില കണ്ടീഷൻ വെച്ചിട്ട് വേണം അത് കൊടുക്കാൻ. അതിന് ഉള്ള സ്വാതന്ത്ര്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഉണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്.